യദുവംശം നശിച്ചു. ദ്വാരക മുങ്ങി. വേട്ടക്കാരന്റെ അമ്പേറ്റ് ഭഗവാൻ കൃഷ്ണൻ ദേഹം ത്യജിച്ചു. അർജുനൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചപ്പോൾ ഒരു ദേഹമെല്ലാം ദഹിച്ചെങ്കിലും ഹൃദയം മാത്രം സ്പന്ദിച്ചുകൊണ്ടിരുന്നു. അർജുനൻ ആ പവിത്ര ഹൃദയം നദിയിൽ ഒഴുക്കിവിട്ടു. ശബരഗോത്രക്കാരനായ വിശ്വബാസു ആ ദിവ്യഹൃദയം കണ്ടെത്തി. നീലമാധവൻ എന്ന് വിളിച്ച് ഗുഹയിൽ രഹസ്യമായി പൂജിച്ചു വന്നു. അവന്തി രാജ്യത്തിലെ മഹാരാജാവായ ഇന്ദ്രദ്യുമ്നൻ മഹത്തായ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം ഭഗവാനെ ദിവ്യരൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം സഞ്ചാരിയായ ഒരു മഹർഷി രാജകൊട്ടാരത്തിൽ എത്തി പറഞ്ഞു, രാജാവേ, ദൂരെയുള്ള ഒഡീഷയിൽ നീലമാധവൻ എന്ന പവിത്ര രൂപത്തിൽ ശബരഗോത്രക്കാർ വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നു. അതിസന്തുഷ്ടനായ രാജാവ് ഉടനെ രാജപുരോഹിതൻ വിദ്യാപതിയെ നീലമാധവനെ കണ്ടെത്താനുള്ള ദൗത്യം ഏൽപ്പിച്ചു. വിദ്യാപതി ഒഡീഷയിലേക്ക് ദീർഘയാത്ര നടത്തി വിശ്വഭാസുവിന്റെ പക്കൽ എത്തി. പുറത്തുനിന്നുള്ളവർക്ക് ദർശനം അനുവദിക്കാൻ കഴിയില്ല എന്ന് വിശ്വഭാസു നിരസിച്ചു. വിദ്യാപതി അവിടെ തന്നെ താമസിച്ച് വിശ്വഭാസുവിന്റെ മകൾ ലളിതയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ലളിത അച്ഛനോട് അപേക്ഷിച്ചപ്പോൾ വ്യവസ്ഥ വെച്ചു. കണ്ണുകെട്ടി മാത്രമേ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇങ്ങനെ വിദ്യാപതി നീലമാധവ ദർശനം നേടി. എന്നാൽ വിദ്യാപതി ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം രഹസ്യമായി കടുകുമുത്ത് വഴിയിൽ വിതറി. തിരിച്ചെത്തിയ അദ്ദേഹം രാജാവിനോട് എല്ലാ വിവരങ്ങളും അറിയിച്ചു. കുറെ മാസങ്ങൾക്ക് ശേഷം കടുകു മുളച്ച് വഴി വ്യക്തമായപ്പോൾ രാജാവ് സ്വയം ആ പാത പിന്തുടർന്ന് ഗുഹയിലെത്തി. എന്നാൽ അവിടെ നീലമാധവൻ അപ്രത്യക്ഷനായിരുന്നു. ഹൃദയഭേദകമായ രാജാവിന് സ്വപ്നത്തിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നീലമാധവനായി എന്നെ ഇനി കാണുകയില്ല. സമുദ്രതീരത്ത് പോകുക. ദിവ്യ സുഗന്ധമുള്ള ചുവന്ന മരക്കഷ്ണം ഒഴുകിവരും. അതിൽ നിന്ന് 3 വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിക്കുക. പ്രവചനം സത്യമായി. ദിവ്യമരം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദേവശില്പിയായ വിശ്വകർമാവ് വൃദ്ധരൂപത്തിൽ വന്നു. 21 ദിവസം അടച്ച മുറിയിൽ പണിയാം, ആരും വാതിൽ തുറക്കരുത് എന്ന് വ്യവസ്ഥ വെച്ചു. 15 ദിവസത്തിനു ശേഷം ശബ്ദം നിന്നപ്പോൾ റാണി ഗുണ്ടിച്ചായിയുടെ നിർബന്ധത്താൽ രാജാവ് വാതിൽ തുറന്നു. വൃദ്ധൻ അപ്രത്യക്ഷനായിരുന്നു. അവശേഷിച്ചത് കൈകാലുകളില്ലാത്ത 3 അപൂർണ വിഗ്രഹങ്ങൾ മാത്രം. ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര. തകർന്ന രാജാവ് ജഗന്നാഥ വിഗ്രഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഹൃദയസ്പന്ദനം അനുഭവപ്പെട്ടു. അപ്പോഴാണ് മനസ്സിലായത്, കൃഷ്ണന്റെ സ്പന്ദിക്കുന്ന ഹൃദയം ഇപ്പോഴും വിഗ്രഹത്തിനുള്ളിലുണ്ട്. ദൈവ ഇച്ഛയാണെന്ന് അംഗീകരിച്ച രാജാവ് പുരിയിൽ ഗംഭീര ക്ഷേത്രം പണിത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നീ ജീവദേവതകൾ ഭക്തരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.